Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam. ചെർപ്പളശ്ശേരിയിൽ 2 സ്ത്രീകളുടെ മാല പിടിച്ചുപറിക്കാൻ ശ്രമം. എരുമക്കുഴി ബേബി, തെക്കുമുറി, പടിഞ്ഞാറേതിൽ വനജ എന്നിവരുടെ മാലയാണ് സ്കൂട്ടിയിലെത്തിയ യുവാവ് പിടിച്ചുപറിക്കാൻ ശ്രമിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ ഗ്രാൻഡ് തിയേറ്ററിന് സമീപമുള്ള റോഡിൽ വച്ചായിരുന്നു 64 വയസ്സുകാരിയായ ബേബിയുടെ മാല സ്കൂട്ടിയിലെത്തിയ യുവാവ് പിടിച്ചുപറിക്കാൻ ശ്രമിച്ചത്. ബേബി ഗ്രാൻഡ് റോഡിലൂടെ ടൗണിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു സംഭവം. മാല പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും യുവാവിന് കയ്യിൽ കിട്ടിയില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ചയും സമാനമായ രീതിയിൽ തന്റെ മാല പിടിച്ചുപറിക്കാൻ ശ്രമം നടന്നിരുന്നതായും ഈ 2 പ്രാവശ്യവും മാല മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഒരേ യുവാവ് തന്നെയാണെന്നും ബേബി പറയുന്നു. ഇന്നലെ വൈകുന്നേരം 3:15 ഉണ്ടാവും. 3:15 തന്നെയാണ്. ആ സമയത്ത് ഞാൻ കുട്ടികളുടെ പരിപാടിയാണ് ഇതേനെ ഇറങ്ങി പോവുക, ഗ്രാൻഡ് തിയേറ്ററിൻ്റെ അതേനെ. അവിടെ വെച്ച് ആ കുളത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഒരാൾ വന്നിട്ട് കഴുത്തിലത്തെ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുപോകും. വലിച്ചെടുത്തു, പക്ഷെ ഇത് കിട്ടിയില്ല. അപ്പോഴേക്ക് ഞാൻ തൊള്ളട്ടോടുമ്പോൾ അടുത്ത് വീടാണ്. അപ്പോൾ ഇറങ്ങി ഓടിയിട്ട് കുറച്ചാട് ചെന്നു. അപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു, ആ പോണ ആളെ കണ്ടോ, അയാൾ എൻ്റെ കഴുത്തിലത്തെ പിടിച്ച് വലിച്ചു പറഞ്ഞു. അത് പറഞ്ഞു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അയാൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന് നേരെ അങ്ങോട്ട് പോയി ആ റോഡിന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാളോട്, ഇന്ന് അയാളുടെ പിന്നാലെ പോയിക്കോ, അയാൾ തന്നെയാണ് പിടിച്ചത്, അയാളെ ഇന്ന് പോയി പിടിക്കുകയെന്ന് പറഞ്ഞു. അവൻ പിന്നാലെ കുറേ പോയി. അവൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ ഈ സ്കൂട്ടിയല്ലേ, ഏത് വഴിയിൽ കൂടെ പോയി എന്നറിയില്ലല്ലോ. അങ്ങനെ പോയി. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതേമാതിരി 2:45 ഞാനും എൻ്റെ മരുമകളും കൂടി റോഡിലേക്ക് പോകുമ്പോൾ ഓടി ആ ഭാഗത്ത് നിന്ന് ഇറങ്ങി വണ്ടിയും കൊണ്ട് വന്നിട്ട് അപ്പോഴും പിടിച്ചു. ഇതേമാതിരി അതിൽ പേഴ്സ് അവന് പിടുത്തം കിട്ടി. പക്ഷേ പേഴ്സ് അവന് കിട്ടിയില്ല. എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കെ പിടിച്ചായിരുന്നു. അന്നും ഞാൻ ഇതേമാതിരി തൊള്ളട്ടപ്പോൾ ഇറങ്ങി ഓടി. നല്ല രണ്ടും ഒരാൾ തന്നെയാണ്. രണ്ടും ഒരാളെന്ന് പറയാൻ വണ്ടി ഒന്നാണ്, ആളും ഒന്നാണ്. അന്ന് അവൻ ഇതേമാതിരി ടീഷർട്ടായിട്ടായിരുന്നു, ഇപ്രാവശ്യം ടീഷർട്ടായിട്ടായിരുന്നു. മുഖം കാണുന്നില്ല, പക്ഷെ രണ്ടും ഒരാളാണ്. അത് ഈ സ്കൂട്ടി ഞാൻ ശ്രദ്ധിച്ചില്ലേ, ഇതിപ്പോ നമ്മള് ധാരണ ഇല്ലാത്തതല്ലേ. അപ്പൊ ആ ആളെന്നെയാണ് ഇത്, വേറെ ആളല്ല. അന്ന് വന്ന പേഴ്സ് വലിച്ച ആൾ തന്നെയാണ് ഇന്നലെ ഇതേമാതിരി കാട്ടി. അവൻ പേഴ്സ് ആവില്ല ലക്ഷ്യമിട്ടുണ്ടാവുക, ചെയിനായിരിക്കും. അപ്പോൾ ചിലപ്പോൾ സാരി വഴുതിയിട്ട് പേഴ്സിലാവും പിടുത്തി കെട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയാവും എന്ന് വിചാരിക്കണം. 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ അപ്പം നമുക്ക് നടക്കണ്ടേ. എന്തിനു വേണമെങ്കിലും ഞങ്ങൾക്ക് ഈ റോട്ടിൽ കൂടെ, ഈ വഴിയിൽ കൂടെ പോണ റോട്ടിലേക്ക്. ഇതിപ്പോൾ ഇങ്ങനെ തുടങ്ങിയപ്പോൾ മനുഷ്യന് ഞാനും നിൽക്കണ്ട, ആരാണെങ്കിലും ചെറിയ ഇവിടെ ആരും ഇതേവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ ഈ 2:30 മണി കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവുള്ളൂ. അപ്പോഴേ ഞാൻ ഇപ്പോൾ ഇറങ്ങി പോവുള്ളൂ. ആ ഇറങ്ങി പോകുന്ന സമയത്താണ് ഇപ്പോൾ 2:30 മണി മുതൽ 3:30 മണി വരെയാണ് ഇയാളുടെ സഞ്ചാരധ്യേനെ. അത് മനസ്സിലായി. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് കുട്ടിയെ കൊണ്ടുവരാൻ അതുവരെ പോകും. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ 2:30 മണി കഴിഞ്ഞാൽ ഒരു 3:30 മണി വരെ. അപ്പോഴൊക്കെ എന്താണെന്നറിയോ, ഈ ആൾക്കാർ, ഈ അടുത്തുള്ള വീട്ടിലുള്ളവരൊക്കെ ചിലപ്പം ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് മയങ്ങാവും. അപ്പോൾ ആരും അറിയില്ലല്ലോ. അപ്പോൾ അത് പിന്നെ വലിയ വീടാകുമ്പോൾ എല്ലാ ഡോറും അടച്ച് അവർ കിടന്നാൽ അപ്പോൾ പുറത്ത് കിടക്കണമൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ ഈ സംഭവം. തെക്കുമുറിയിലും സമാനമായ രീതിയിൽ മോഷണശ്രമം ഉണ്ടായി. ചെർപ്പളശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന പടിഞ്ഞാറേതിൽ വനജ എന്ന സ്ത്രീയുടെ മാലയാണ് പിടിച്ചുപറിക്കാൻ ശ്രമിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് തന്നെയായിരുന്നു ഈ മോഷണശ്രമവും നടന്നത്. ഈ മോഷണശ്രമത്തിന് പിന്നിലും സ്കൂട്ടിയിൽ വന്ന ആൾ തന്നെയാണ് എന്നാണ് വനജയും പറയുന്നത്. ഞാൻ ഇന്നലെ കുടുംബശ്രീ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഒരു ബൈക്കിൽ എത്തിയ ഒരാൾ എൻ്റെ മാല പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. 2 പേര് പിന്നിലായിരുന്നു. ഞാൻ പിന്നിലായിരുന്നു. കുറച്ച് മുന്നിലേക്ക് നടന്നു വന്നപ്പോഴാണ് അവൻ വണ്ടി ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് മാല പൊട്ടിക്കാൻ വേണ്ടി നൈറ്റിയുടെ ഉള്ളിൽ കൈയിട്ട് പിടിക്കും പോലെ പിടിച്ചു. പക്ഷേ ഇപ്പോൾ പൊട്ടിയില്ല. സ്കൂട്ടിയുമായിരുന്നു വന്നിരുന്നത്. മഞ്ഞ ബനിയനിട്ടൊരു ചെക്കനായിരുന്നു. ഞാൻ കൈ തട്ടി മാറ്റി. ഞങ്ങളുടെ കൈ പരസ്പരം അടി കൊണ്ട പോലെ ഇതായി. എവിടെ വെച്ചിട്ടായിരുന്നു? ഞാൻ തെക്കുമുറി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ആ ഫംഗ്ഷൻ്റെ മുന്നിലായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. സമയം ഒരു 2:30 മണി സമയം, ഉച്ചയ്ക്ക് 2:30. ഞാൻ കുടുംബശ്രീക്ക് പോയിട്ട് വരുന്ന സമയമായിരുന്നു. ഇതിന് മുന്നേ 2-3 ദിവസം മുന്നേ ഒരു സ്ത്രീക്ക് ഉണ്ടായി. 2 ആഴ്ച മുന്നേ ഉണ്ടായി. സ്ഥിരം ഒരു നടപ്പായിട്ടുണ്ട്. ഞങ്ങളുടെ തെക്കുമുറി കൂടെ ഞങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പോലും പേടിയാണ്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് ഇരുവരും പറഞ്ഞു. പോലീസ് ഇക്കാര്യത്തിൽ പരിശോധന കർശനമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ LC സെക്രട്ടറി എല്ലാവരും വന്നിരുന്നു. അവരൊക്കെ വന്ന് അന്വേഷിച്ചിരുന്നു. ഒരു പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ 2-3 പ്രാവശ്യം വന്നത് ഈ പയ്യൻ തന്നെയാണ് എന്നുള്ളതാണ് എല്ലാവരും പറയണത്. ഇതിൻ്റെ മുന്നേ ഉണ്ടായവരൊക്കെ ഇങ്ങനെ തടിച്ച പയ്യനാണ്. ബനിയായിട്ടിട്ടുണ്ടായിരുന്നു. അന്നൊരു പ്രാവശ്യം മുന്നേ വന്നത് കറുപ്പൊരു ബനിയായിട്ടുള്ള ഒരാളായിരുന്നു. ഒക്കെയാണ് ഈ സ്കൂട്ടിയുമ്പോൾ തന്നെ. ശബ്ദമില്ലാത്ത ഇലക്ട്രോണിക് വണ്ടിയാണ് ഉണ്ടായിരുന്നത്.
പിന്നെന്നല്ല മുന്നിൽ നിന്ന് വന്നിട്ട് നമ്മളെ അറ്റാച്ച് ചെയ്യുക ചെയ്തത്. നമ്മളെ തള്ളി വീഴ്ത്താൻ ശ്രമിക്കും പോലത്തെ ശ്രമമാണ് ഉണ്ടായത്.